എന്തായാലും നിയമവിരുദ്ധമായ ആ സ്വർണം ഈ വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. അമ്മ, നമുക്കത് പോലീസ് അറിയാതെ സ്വർണ്ണക്കടത്താർക്ക് തിരികെ നൽകിയാലോ? ശരിയായ വഴി പോലീസിനെ ഏൽപ്പിക്കുന്നതാ. പക്ഷേ നമുക്ക് നമ്മുടെ നിലനിൽപ്പും രക്ഷയും കൂടി നോക്കണ്ടേ? അതെ, പോലീസിൽ തിരിച്ചേൽപ്പിച്ച ചിലപ്പോ കള്ളക്കടത്ത് സ്വർണം പുറത്തു കൊണ്ടുവന്ന് മാതൃക കാണിച്ചൊന്നും പറഞ്ഞ് വാർത്തയൊക്കെ വരുമായിരിക്കും. പക്ഷേ ആ വാർത്ത കാണാൻ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോന്ന് അതുകൂടി ചിന്തിക്കണ്ടേ? സ്വർണ്ണക്കടത്തുകാർക്ക് സ്വർണം തിരിച്ചു കൊടുത്താ നമുക്ക് അവരെ പേടിക്കാതെ ജീവിക്കാം അച്ഛാ. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നിയമം ലംഘിച്ച് സ്വർണം കടത്തുന്നവർക്ക് അവരുടെ സ്വർണം അങ്ങോട്ട് തിരിച്ചു നൽകിയ നമ്മളും ആ നിയമലംഘനത്തിന് കൂട്ടുനിൽക്കലാവും. ഈ സമൂഹത്തോട് നമുക്കൊരു ബാധ്യതയില്ല. ഒരു കുടുംബത്തിന്റെയോ ഒരു വ്യക്തിയുടെയോ രക്ഷയേക്കാൾ എത്രയോ വലുതല്ലേ ഒരു സമൂഹത്തിന്റെ സുരക്ഷ? സ്വന്തം നിലനിൽപ്പോർത്ത് ഇങ്ങനെ എല്ലാവരും നിയമലംഘകർക്കും രാജ്യദ്രോഹികൾക്കും മുമ്പിൽ കണ്ണടക്കുകയാണെങ്കിൽ നമ്മുടെ നാട് എങ്ങനെ രക്ഷപ്പെടും? നിയമവും നീതിയൊക്കെ എങ്ങനെ നടപ്പിലാവും? നമ്മൾ മാത്രം വിചാരിച്ചാലും ഇവിടെ ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല അച്ഛാ. ഒരു തെറ്റും ചെയ്യാതെ തീ നിന്ന് കഴിയേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. ഒന്നുകിൽ ആ സ്വർണം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അത് സ്വർണ്ണക്കടത്തുകാർക്ക് തിരിച്ചു കൊടുത്ത് നമ്മുടെ ജീവൻ നമ്മൾ രക്ഷിക്കുക. അച്ഛന്റെ ആദർശത്തെക്കാളും വലുത് എനിക്ക് എന്റെ ജീവനും ജീവിതവും. ദൈവം എന്തിനാ ആ സ്വർണം എന്റെ കൺമുമ്പിൽ കൊണ്ടുവന്ന് തന്നേന്നാ ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത്. നമ്മളായതുകൊണ്ട് അത് തിരിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. വേറെ വല്ലരും ആയിരുന്നെങ്കിൽ അത് കള്ളക്കടത്തുകാരുടെ സ്വർണ്ണമല്ലേ, അത് അവിടെ ഇരിക്കട്ടെ എന്ന് ചിന്തിക്കൂ. അമ്പിളി, അങ്ങനെ ചിന്തിക്കാൻ അനന്തം മാഷിന് ഒരിക്കലും കഴിയില്ല. എന്റെ മക്കളെയും അങ്ങനെയാവാൻ ഞാൻ സമ്മതിക്കേയില്ല. രഘു, പോലീസിനെ തിരിച്ചേൽപ്പിക്കുന്നത് അപകടമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ സ്വർണ്ണക്കടത്തുകാർക്ക് തന്നെ തിരിച്ചു നൽകി പ്രശ്നം അങ്ങോട്ട് അവസാനിപ്പിച്ചേക്ക്. എത്രയും വേഗം അതിനുവേണ്ടി ഏർപ്പാട് ചെയ്ത് ആ സ്വർണം ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയിരിക്കണം. അമ്മ, അവരെ ബന്ധപ്പെടാനായിട്ട് നമുക്ക് വഴിയൊന്നുമില്ല. ഞാൻ വണ്ടിയായിട്ട് ഇറങ്ങിയാൽ ചിലപ്പോൾ അവരെന്നെ ഫോളോ ചെയ്യുമായിരിക്കും. ആ സമയത്ത് അവർക്ക് പിടികൊടുത്ത് കാര്യം അവതരിപ്പിക്കാനേ പറ്റൂ. രഘു, എങ്ങനെയായാലും കൊള്ളാം. കുടുംബത്തിന് പേരുദോഷം ഉണ്ടാവാതെ എനിക്കിതൊന്ന് ഒഴിവാക്കി കിട്ടിയാൽ മതി.